ഓൾ, ദിസ് ഇസ് കോക്ക്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു വർഷമായിരുന്നു 2024. ധാരാളം വലിയ ഹിറ്റുകൾ, പാൻ ഇന്ത്യൻ ഹിറ്റുകൾ, OTT ഇറങ്ങിയതിന് ശേഷം ഇന്ത്യ മുഴുവൻ ആഘോഷിച്ചിട്ടുള്ള ചിത്രങ്ങൾ, വളരെ ചെറിയ ചിത്രങ്ങളായിട്ട് വന്ന് അൺഎക്സ്പെക്റ്റഡ്ലി തിയേറ്ററിൽ ഹിറ്റായിട്ടുള്ള സിനിമകൾ, തിയേറ്ററിൽ ഹിറ്റായിട്ടില്ലെങ്കിൽ കൂടെ OTT ഇറങ്ങിയതിന് ശേഷം ധാരാളം അപ്രീഷിയേഷൻ ലഭിച്ചിട്ടുള്ള സിനിമകൾ, അങ്ങനെ വളരെ മികച്ച ഒരു വർഷമായിരുന്നു. സ്റ്റിൽ സ്ഥിരം ഗുണ്ടുകളും അമിട്ടുകളും ഓലപ്പടക്കങ്ങളും മലപ്പടക്കങ്ങളും ചില ഗർഭം കലക്കികളും ഒക്കെ 2024 ഉണ്ടായിരുന്നു. പക്ഷേ കമ്പയർഡ് ടു പ്രീവിയസ് ഇയർ 2023 ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് തിയേറ്ററിൽ ഒന്നാകെ കൂട്ടിയിട്ട് ബോംബിടുന്ന പരിപാടി, എല്ലാ ആഴ്ചയും കൂട്ടിയിട്ട് ബോംബിടുന്ന പരിപാടി വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ റിവ്യൂ ബോംബിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കരച്ചിലുകളും 2024 കുറവായിരുന്നു. കാരണം തിയേറ്ററിൽ ധാരാളമായി ബോംബിടുന്ന സമയത്ത് ധാരാളമായി നെഗറ്റീവ് റിവ്യൂസ് സ്വാഭാവികമായിട്ടും വരികയും അങ്ങനെ റിവ്യൂ ബോംബിങ് എന്ന് പറഞ്ഞ് കരയുന്ന അവസ്ഥയുമാണ് മുമ്പ് ഉണ്ടായിട്ടുള്ളത്. അതിനും ഈ കഴിഞ്ഞ വർഷം 2024 ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. സോ ആസ് യൂഷ്വൽ കഴിഞ്ഞ വർഷത്തെ 2024 ചിത്രങ്ങൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. പാർട്ട് 1 ജനുവരി ടു ജൂൺ, പാർട്ട് 2 ജൂലൈ ടു ഡിസംബർ. ദിസ് ഈസ് പാർട്ട് 1. ജനുവരി എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ജനുവരി മാസമാണ്. ഒരു പുസ്തകം പരിചയപ്പെടുത്താം. സീതാർപള്ളി കുറ്റ്യാലി എഴുതിയിട്ടുള്ള ജനുവരി ഒരു വരി. ഈ പുസ്തകം ഫ്രീ ആയിട്ട് വായിക്കണമെങ്കിൽ കോഡ് അപ്ലൈ ചെയ്യുക. പക്കി കോക്ക് 123 പക്കി FM-ൽ ഫ്രീ ആയിട്ട് വായിക്കാം. ജനുവരിയിലെ ആദ്യ സിനിമ എന്ന് പറയുന്നത് ആനന്ദ് ഏകർഷി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആട്ടം ആണ്. കിടിലൻ പടം. ഞാൻ തിയേറ്റർ കണ്ടിട്ടുള്ള സിനിമയാണ്. വലിയ അപ്രീഷിയേഷൻ ആ സമയത്ത് കിട്ടിയിട്ടുള്ള സിനിമയാണ്. അതിനുശേഷം ധാരാളമായിട്ട് അവാർഡ്സ്, നാഷണൽ അവാർഡ്സ് ഉൾപ്പെടെ വിൻ ചെയ്തിട്ടുള്ള സിനിമയാണ്. എങ്കിൽ കൂടെ തിയേറ്ററിൽ വലിയ വിജയം നേടാൻ സാധിച്ചില്ല. പടം നല്ല അഭിപ്രായമൊക്കെ വന്നെങ്കിലും ഓടിയില്ല കാര്യമായിട്ടെന്നുള്ളതാണ് ആട്ടത്തിൻ്റെ അവസ്ഥ. രാസ്ത, അതാണ് അടുത്ത സിനിമ. അനീഷ് അൻവർ സംവിധാനം ചെയ്ത സിനിമ. അനീഷ് അൻവർ സക്രയുടെ ഗർഭിണികൾ സംവിധാനം ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത, ഞാൻ നോർത്ത് പോവുകയാണ്. അനീഷ് അൻവർ ഈ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന ഉണ്ണി വ്ളോഗ്സിനെ വിളിക്കുകയും അസഭ്യവും പുലഭ്യവും പറയുകയും ഉണ്ണി കേസ് കൊടുക്കുകയും അനീഷ് അൻവർ മാപ്പ് പറയുകയും അങ്ങനെ കുറച്ച് കോലാഹലങ്ങൾ കഴിഞ്ഞ വർഷം ജനുവരിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള സിനിമയാണ് രാസ്ത. വളരെ മോശം സിനിമ. 8 നിലയിൽ പൊട്ടിയിട്ടുള്ള സിനിമ. ഓസ്ലർ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? എബ്രഹാം ഓസ്ലർ, MMT, മിഥുൻ മാനുവൽ തോമസ് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ. ജയറാമിൻ്റെ 16ാമത്തെ തിരിച്ചുവരവായിരുന്നു. പക്ഷേ തീരെ വയ്യാതെ പുള്ളി മടങ്ങിപ്പോയി ആ സിനിമയ്ക്ക് ശേഷം വീണ്ടും അന്യഭാഷകളിലേക്ക് സൈഡ് റോൾ ചെയ്യാൻ. മമ്മൂട്ടിയുടെ പ്രസൻസ് ഒന്നുകൊണ്ട് മാത്രം വിജയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ സ്റ്റാർ വാല്യൂ കൊണ്ടും പിന്നെ മിഥുൻ മാനുവലിൻ്റെ ചില ഗിമ്മിക്സ് കൊണ്ടും മാത്രം വിജയിച്ചിട്ടുള്ള ഒരു ഇടത്തരം സിനിമയാണ് എബ്രഹാം ഓസ്ലർ. ഖൽബ് തിയേറ്ററിൽ 8 നിലയിൽ പൊട്ടിയിട്ടുള്ള സിനിമയാണ്. ഞാൻ തിയേറ്ററിൽ വെച്ച് കണ്ട് ക്രിഞ്ചടിച്ച് അയ്യോ എന്ന് തൊലിയുരിഞ്ഞു പോയിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഈ സിനിമ ഈ അടുത്ത് OTT റിലീസാവുകയും ജൻസി കിഡ്സ് ഉൾപ്പെടെ ഏറ്റെടുത്ത് കരഞ്ഞ് പിഴഞ്ഞ് മൂക്കൊലിച്ച് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ തിയേറ്ററിൽ ഈ സിനിമ വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില സിനിമകൾ അങ്ങനെയാണ്, തിയേറ്ററിൽ കാണുന്ന സമയത്ത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലായിരിക്കും, പിന്നീട് ടെലിഗ്രാമിലും OTT-ലും കാണുന്ന സമയത്ത് ഇങ്ങനെ നല്ല അഭിപ്രായം വരാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സിനിമയാണ് ഖൽബ്. വിവേകാനന്ദൻ വൈറലാണ്. കമൽ എന്ന് പറയുന്ന വളരെ മികച്ച സിനിമകൾ മലയാളത്തിൽ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകൻ്റെ അധപ്പതനം, പൂർണ്ണമായ അധപ്പതനം കണ്ടിട്ടുള്ള സിനിമയാണ് വിവേകാനന്ദൻ. വൈറലാണ്. വളരെ മോശം അസഹനീയ സിനിമ. ഷൈൻ ടോം ചാക്കോയുടെ കൂത്താട്ടം കണ്ടിട്ടുള്ള സിനിമ. വളരെ ബാഡ് തിയേറ്റർ എക്സ്പീരിയൻസ്. 16 നിലയിൽ തിയേറ്ററിൽ പൊട്ടി തകർന്നിട്ടുള്ള സിനിമയാണ് വിവേകാനന്ദൻ. വൈറലാണ്. ജനുവരി ഒരു ഓർമ്മ ആകുന്നതിന് മുൻപ് നമ്മുടെ സ്വന്തം മലൈക്കോട്ടെ വാലിബന് സംഭവിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. LJP എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായിട്ടുള്ള, പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ഡയറക്ടേഴ്സിൽ ഒരാളായിട്ടുള്ള LJPയുടെ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ലാഡൻ ഫാൻസ് ഉൾപ്പെടെ സിനിമാ പ്രേമികൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ വളരെ പ്രതീക്ഷ വെച്ചിട്ടുള്ള സിനിമ ആദ്യ ദിനം പോയി കണ്ട സമയത്ത് തൊടികൊട്ടും പരിപാടികളായിട്ട് അതിൻ്റെ വിശദമായ റിവ്യൂ ഞാൻ ഒരിക്കൽ പറഞ്ഞാണ്. വളരെ മോശം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഒരുപാട് ജനങ്ങൾ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് വളരെ മലങ്കൾട്ടായിട്ട് ആസ്വദിച്ച് കൊണ്ടുള്ള സിനിമയാണ്. പക്ഷേ ഒരു തരത്തിലും ഒരു LJP സിനിമയായിട്ടോ ലാലേട്ടൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു സിനിമയുടെ യാതൊരു ഔട്ട്പുട്ടും ലഭിച്ചിട്ടില്ലാത്ത, പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു സിനിമയായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. സ്റ്റിൽ ഡിസ്കഷൻസ് ഉണ്ട്, അത് നല്ല ചിത്രമാണെന്ന് അഭിപ്രായമുള്ള ഒരുപാട് ആളുകളുണ്ട്. ബട്ട് പേഴ്സണലി ഐ ഡിഡ്ന്റ് ലൈക്ക് ദാറ്റ്. നിർമ്മാതാവിന് ഷിബു ബേബി ജോണിന് വലിയ നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ് മലൈക്കോട്ടെ
വാലിബൻ. ഫെബ്രുവരി മാസം എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് പ്രണയദിനമാണ്. ഓച്ചിറ ബാസിയുടെ ഓയോ റൂമിലെ ഉറകൾ, ഒരു വാലന്റൈൻ പ്രണയകാവ്യം. ഈ പുസ്തകം വായിക്കുവാനായി കോഡടിക്കുക, ഫ്രീ ആണ്. പഖി കോക്ക് 1, 2, 3. ഫെബ്രുവരിയിലെ ആദ്യ സിനിമ എന്ന് പറയുന്നത് സാക്ഷാൽ ദ അൾട്ടിമേറ്റ് ഗൺ ഡീലർ, പ്രൊപ്പറേറ്റർ ഓഫ് ഓൾ ഗൺസ്, ശിവകാശി പടക്കക്കടയുടെ മുതലാളി തന്നെയായിട്ടുള്ള സാക്ഷാൽ ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമയാണ് അയ്യർ ഇൻ അറേബ്യ. 8 നിലയിൽ പൊട്ടിത്തെറിച്ചുള്ള സിനിമയാണ്. എം.എ. നിഷാദാണ് സംവിധായകൻ. LLB ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ്, M. സിദ്ദിഖ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ, ശ്രീനാഥ് ബാസിയൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ. പൊട്ടി തകർന്നു, 8 നിലയിൽ പൊട്ടി LLB. അന്വേഷിപ്പിൻ കണ്ടെത്തും, ടൊവിനോയുടെ സിനിമയാണ്. ഒരു ആവറേജ് സിനിമ, ആവറേജ് വിജയം, പക്ഷേ വലിയ വിജയം എന്ന പോലെ കേക്ക് മുറിയും ട്രോഫി വിതരണമൊക്കെ ഉണ്ടായിരുന്നു. ഡാർവിൻ കുര്യാക്കോസാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ഡോൾവിൻ കുര്യാക്കോസാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. പ്രേമലു ബ്ലോക്ക് ബസ്റ്റർ, അതിൽ കുറച്ചൊന്നും പറയാനില്ല. ഗിരീഷ് ഷെട്ടിയുടെ സിനിമ നെസ്ലൻ, അതുപോലെ തന്നെ മമിത ബൈജു, രാജമൗലി വരെ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള സിനിമ. നെസ്ലൻ്റെ കപ്പലണ്ടി ടാറ്റയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. യൂത്തിനിടയ്ക്ക് കൾട്ട് സ്റ്റാറ്റസുള്ള സിനിമ പ്രേമലു. മലയാളത്തിലെ കഴിഞ്ഞ വർഷത്തെ 2024 ഏറ്റവും വലിയ വിഷയങ്ങളിലൊന്ന്. നിനക്ക് ഇവിടുന്ന് പോകാൻ അതില്ല. ഭ്രമയുഗം ഈസ് എ ക്ലാസ് സിനിമ. അതിൽ കുറച്ചൊന്നും പ്രമേയത്തെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. ഹൗ എ ലെജൻഡ് ഷുഡ് ബി എന്നതിന് മമ്മൂക്ക നൽകിയിട്ടുള്ള എക്സാമ്പിളാണ്. അതുപോലത്തെ പെർഫോമൻസ്, ക്ലാസ് സിനിമ, ക്ലാസ് പെർഫോമൻസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കിയിട്ടുള്ള സിനിമ, രാഹുൽ സദാശിവൻ ഡയറക്ടർ, ഗംഭീരമായിട്ടുള്ള സ്കോറിംഗ് ഉള്ള സിനിമ. അന്യ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിൽ നല്ല രീതിയിൽ വിജയിച്ചിട്ടുള്ള സിനിമയാണ് ഭ്രമയുഗം. ഈ അവസരത്തിൽ ഭ്രമയുഗത്തിൻ്റെ ഫിഗർ സ്റ്റേജിൽ ചെയ്ത് ഊക്കുവാങ്ങിയ ടിനി ടോമിനെ ഓർക്കുകയാണ്. തൊണ്ട് ഒരു മികച്ച ഗുണ്ടായിരുന്നു. ബിജു മേനോനും ഷൈൻ ടോമൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. റിയാസ് ഷെരീഫായിരുന്നു സംവിധാനം. തിയേറ്ററിൽ 8 നിലയിൽ പൊട്ടിയിട്ടുള്ള സിനിമയാണ്. വളരെ മോശം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു തൊണ്ട്. പ്രേമലവും ഭ്രമയുഗവും ഇറങ്ങിയ സെയിം മന്തിലാണ് മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയത്. റേഞ്ച് നോക്കണേ മലയാള സിനിമയുടെ. പ്രേമലയൊക്കെ തെലങ്കാനയിലേക്ക് പോയ സമയത്ത് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററാണ് ഒരു മലയാള സിനിമ. അത്രയ്ക്കും ഏറ്റെടുത്തിട്ടുള്ള ഒരു സിനിമയാണ് തമിഴ്നാട്ടിൽ. വലിയ കളക്ഷൻ നേടിയിട്ടുള്ള സിനിമയുടെ ക്വാളിറ്റിയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. സിനിമ ഇറങ്ങുന്നതിന് മുൻപ് സുഷിൻ ശ്യാം പറഞ്ഞു മലയാള സിനിമയുടെ സീൻ മാറും എന്ന് പറഞ്ഞു. സീൻ മാറ്റി, പക്ഷേ അവസാനം ED വന്നു. ബട്ട് സ്റ്റിൽ ഒരുപാട് ആളുകളുടെ ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് ചിദംബരം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ്. മാർച്ച് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് കടുത്ത വേനലും ചൂടുമാണ്. കൃഷ്ണൻ ഉഷ്ണമേഖല എഴുതിയിട്ടുള്ള വറച്ചട്ടിയിലെ കനൽപ്പൂക്കൾ ഈ പുസ്തകം വായിക്കുവാനായി പക്കി FM-ൽ പക്കി കോക്ക് 1, 2, 3 എന്ന് അടിച്ച് കയറ്റുക. നിങ്ങൾക്ക് ഫ്രീ ആയി വായിക്കാവുന്നതാണ്. 2024 മലയാള സിനിമയ്ക്ക് ആകെ തുകയിൽ മികച്ച വർഷമായിരുന്നെങ്കിലും അതിൽ തന്നെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച മാസം എന്ന് പറയുന്നത് മാർച്ചാണ്. ആദ്യ സിനിമ കടകൻ, സാജിൽ മാമ്പാട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമ. ഹക്കീം ഷായും ഹരിശ്രീ അശോകൻ മാസൊക്കെ കാണിച്ച് വയ്യാണ്ടായിട്ടുള്ള സിനിമ. പൂഴിക്കടത്തലായിരുന്നു പ്രമേയം. 8 നിലയിൽ പൊട്ടിയിട്ടുള്ള സിനിമ. വളരെ മോശം തിയേറ്റർ എക്സ്പീരിയൻസ്. അടുത്തത് നമ്മുടെ ദിലീപേട്ടൻ്റെ തങ്കമണി. രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ. 16 നിലയിൽ പൊട്ടിയിട്ടുള്ള സിനിമ. മലങ്കൽ ടു മണി. ഇതിലെ ആർട്ടിസ്റ്റുകൾ വെച്ച വിഘിൻ്റെ കാശ് പോലും തിരിച്ചു കിട്ടാത്ത ഒരു സിനിമ തങ്കമണി. ഒരു സർക്കാർ ഉൽപ്പന്നം. അഭിപ്രായമൊക്കെ അത്യാവശ്യം വന്നിട്ടുള്ള സിനിമയായിരുന്നു. TV രഞ്ജിത്ത് സംവിധാനം. സുബീഷ് സുധിയൊക്കെയാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അഞ്ചക്കള്ള കോക്കാൻ അൺഎക്സ്പെക്റ്റഡ് ഹിറ്റ്. ഞാൻ ഫസ്റ്റ് ഡേ കണ്ടുള്ള സിനിമയാണ്. ഒരു പ്രതീക്ഷയില്ലാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗംഭീര എക്സ്പീരിയൻസ് നൽകിയിട്ടുള്ള സിനിമ. അതുപോലെ തന്നെ പടം ചുമ്മാ കയറി ഹിറ്റാവുകയും ചെയ്തു. ചമ്പോസ്കി ഫിലിംസ്, ചെമ്പൻ വിനോദിൻ്റെ ബ്രദർ ഉല്ലാസ് ചെമ്പൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമ. അതിൽ എസ്പെഷ്യലി ആ പിള്ളേരുടെ മരംകൊത്തി സിജുവിൻ്റെ മറ്റേ പയ്യൻ്റെ പെർഫോമൻസ്, മറ്റേ ഒന്നാനോ കൊച്ചുതുമ്പി സോങ്, പിന്നെ ഇതിൻ്റെ സ്കോറ് പരിപാടി ചെയ്തു വെച്ചിരിക്കുന്ന ലെവലറിയാലോ. അന്യായ വൈബായിരുന്നു തിയേറ്ററിൽ കാണാൻ. അഞ്ചക്കള്ള കൊക്കാൻ. ദ ഗോഡ് ലൈഫ് ആടുജീവിതം. ബിന്യാമിൻ്റെ, ബ്ലസ്സിയുടെ, AR റഹ്മാൻ്റെ, പൃഥ്വിരാജിൻ്റെ ആടുജീവിതം. ഞാൻ തിയേറ്ററിൽ ആദ്യ ദിനം കണ്ട് വളരെ ആസ്വദിച്ച് ഇമോഷണലായിട്ട് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. ലേറ്റർ ഓൺ ഈ സിനിമ പുസ്തകത്തിൻ്റെ നോവലിൻ്റെ അത്ര നന്നായില്ലെന്ന് അഭിപ്രായം വന്നിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ബട്ട് പേഴ്സണലി വളരെ ഇമോഷണലി ടച്ച് ചെയ്തിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ഗംഭീര പെർഫോമൻസുള്ള AR വേൾഡ് ക്ലാസ് മ്യൂസിക്കുള്ള
നസിയുടെ ഗംഭീര ഡയറക്ഷനുള്ള ഒരു സിനിമ. ഇത് വലിയ വിജയം നേടിയുള്ള സിനിമയാണ്. സ്റ്റിൽ ഓൾ അറൗണ്ട് ഇന്ത്യയിൽ മാത്രമല്ല, ഓൾ അറൗണ്ട് ദ ഗ്ലോബ് പല രാജ്യങ്ങളിലും ഈ സിനിമ ആളുകൾ കാണുന്നുണ്ട്. ആളുകൾ ഇത് ഏത് ഭാഷയാണെന്ന് പോലും അറിയാതെ കണ്ട് അന്തം വിട്ടിരിക്കുന്നുണ്ട്. അതാണ് ദ ഗോഡ് ലൈഫ്. ദിസ് ഈസ് ഫ്രം മലയാളം. ഏപ്രിൽ എന്ന് പറയുന്ന സമയത്ത് ഞാൻ മുൻപ് വെക്കേഷൻ സമയത്ത് തമിഴ്നാട്ടിലേക്ക് നടത്തിയിട്ടുള്ള ഒരു യാത്ര ഓർത്തു പോവുകയാണ്. അന്ന് വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് കണ്ണനുണ്ണി പി.സി. ഡാം എഴുതിയിട്ടുള്ള നനച്ച വണ്ടിയും പറങ്ങാണ്ടിയും. ഈ പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് പക്കി FM-ൽ പക്കി കോക്ക് 1 2 3 എന്ന് ടൈപ്പ് ചെയ്യുക. ഫ്രീ ആയിട്ട് വായിക്കുക. ഏപ്രിൽ ഫെസ്റ്റിവൽ സീസണാണ്. ആവേശം ഇറങ്ങിയിട്ടുള്ള മാസം വിഷുവിന്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് തിയേറ്ററിൽ കണ്ടുള്ള സിനിമകളിലൊന്നാണ് ആവേശം. ഞാൻ 3 വട്ടം കോൺസിക്യൂട്ടീവായിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ കണ്ടുള്ള സിനിമയാണ് ആവേശം. എൻ്റെ ഫേവറേറ്റ് ഓൾ ടൈം ഫേവറേറ്റ് ക്യാരക്ടേഴ്സിലൊന്നാണ് ഫഫ ചെയ്തിട്ടുള്ള രംഗണ്ണൻ. അത്രയും ഉള്ളിൽ മനസ്സിൽ കയറിപ്പോയിട്ടുള്ള കഥാപാത്രമാണ്. മികച്ച സിനിമ, മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ്. ശരിക്കും ആവേശം അർഹിച്ച വിജയം ആവേശത്തിന് തിയേറ്ററിൽ കിട്ടിയിട്ടില്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് പാൻ ഇന്ത്യൻ ഹിറ്റാവേണ്ട ഒരു സിനിമയാണ്. ആ രീതിയിൽ പടം ലോഞ്ച് ചെയ്ത് പ്രൊമോഷൻ നടത്തിയിരുന്നെങ്കിൽ. ബട്ട് സ്റ്റിൽ OTT ഇറങ്ങിയതിന് ശേഷം രംഗണ്ണയെ ഇന്ത്യ മൊത്തം ഏറ്റെടുത്തിട്ടുണ്ട്. രംഗണ്ണ ഈസ് പോപ്പുലർ ഓൾ ഓവർ ഇന്ത്യ. അതുപോലത്തെ കൾട്ട് ക്യാരക്ടറാണ് ആവേശം. ഇനിയും പലവട്ടം എത്ര വട്ടം വേണമെങ്കിലും പേഴ്സണലി കാണാൻ തയ്യാറാണ്. മൈ ഫേവറേറ്റ് ഫിലിം ആവേശം. വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ ചിത്രം തിയേറ്ററിൽ വിജയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. എസ്പെഷ്യലി ആ സിനിമ വിജയിക്കാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് നിവിൻ പോളിയാണ്. ഒറ്റയ്ക്ക് വന്ന നിവിൻ പോളിയുടെ ആ ക്യാരക്ടർ, നിതിൻ മോളി, ആ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ സിനിമ വിജയിച്ചിട്ടുള്ളത്. അല്ലാതെ എടുത്ത് നോക്കുന്ന സമയത്ത് ആ സിനിമ ഒരിക്കലും ആ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഈവൻ റിവ്യൂസിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമായിരുന്നില്ല. കാരണം ഇത് പറയാൻ കാരണം ഈ സിനിമ OTT ഇറങ്ങിയതിന് ശേഷം ഞാൻ ഉൾപ്പെടെയുള്ള റിവ്യൂസിന് ഇപ്പോഴും തള്ളയ്ക്കുള്ളിയും തന്തയ്ക്കുള്ളിയും കേൾക്കുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഇത് കാശ് വാങ്ങിയിട്ട് പോസിറ്റീവ് പറഞ്ഞിട്ടാണ്. പക്ഷേ അന്ന് ഉണ്ടായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ജ്ഞാപകവും പരിപാടിയൊക്കെ വെറുപ്പിക്കലും ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ഈ നിവിൻ പോളി വന്നതിന് ശേഷം തിയേറ്ററിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര ഓളായിരുന്നു. അങ്ങനെ ഓളത്തിൽ ഒരു ഫെസ്റ്റിവൽ സീസണിൽ വിഷുവിന് കണ്ടിറങ്ങിയിട്ടുള്ള സിനിമ അത് പൂർണ്ണമായിട്ട് നെഗറ്റീവ് പറയേണ്ടതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരുന്നു അന്ന് മറ്റേ വേഷം കെട്ടി മറ്റേ വിഗ് കിട്ടാത്തതുകൊണ്ടല്ല, വിഗ് എനിക്ക് എപ്പോഴും കിട്ടും. അന്ന് വിഗ് വെക്കാതെ അത്രയും തരം താഴ്ത്തേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അന്ന് കണ്ട സമയത്ത്. അതിനുശേഷം ഞാൻ ആ സിനിമ കണ്ടിട്ടുമില്ല, OTT കണ്ടിട്ടുമില്ല. അപ്പോൾ നിവിൻ പോളി രക്ഷിച്ചെടുത്ത ഒരു സിനിമ വർഷങ്ങൾക്ക് ശേഷം. രഞ്ജിത്ത് ശങ്കർ സംവിധാനം ചെയ്തിട്ടുള്ള ഉണ്ണി മുകുന്ദൻ ചിത്രം ജയ് ഗണേഷ്. ഒരു ആവറേജ് സിനിമ. അത് തിയേറ്ററിൽ ഒരു ആവറേജ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ് ജയ് ഗണേഷ്. മറ്റ് 2 ചിത്രങ്ങൾക്കും ഒപ്പം, ആവേശത്തിനൊപ്പവും വർഷങ്ങൾക്ക് ശേഷം ഒപ്പവും. പവി കെയർടേക്കർ ദിലീപേട്ടൻ്റെ അടുത്ത തിരിച്ചുവരവും തിരിച്ചുപോക്കും. 8 നിലയിൽ പൊട്ടിയ സിനിമ. വിനീത് കുമാറാണ് ഡയറക്ടർ. വിൻറ്റേജ് ടൈമിൽ ദിലീപേട്ടൻ കാണിച്ചിട്ടുള്ള പോലുള്ള കോമഡികൾ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച് കോപ്രായി പോയി ആകെ വെറുപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ് പവി കെയർടേക്കർ. മെയ് മാസം എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് വിവാഹങ്ങളാണ്, അത്തരം ഫങ്ഷൻസാണ്. അങ്ങനെയുള്ള ഒരു പുസ്തകമുണ്ട്. അളിഞ്ഞോസ് തവേര എഴുതിയിട്ടുള്ള വാടകയ്ക്കെടുത്ത വയറും വിളിക്കാത്ത കല്യാണവും. ഈ പുസ്തകം വായിക്കുവാനായി പക്കി FM-ൽ പക്കി കോക്ക് 1 2 3 എന്ന് അടിച്ചു കൊടുക്കുക. ഫ്രീ ആയി വായിക്കുക. മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളി നായകനായിട്ടുള്ള സിനിമ. ഡിജോ ജോസ് ആൻ്റണി ഡയറക്ട് ചെയ്ത സിനിമ. ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസർ. ധ്യാൻ ശ്രീനിവാസനുണ്ട് സ്വാഭാവികം. അപ്പോൾ ഈ സിനിമ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, പക്ഷേ ഒത്തില്ല. തിയേറ്ററിൽ വന്ന് പെട്ടെന്ന് ഔട്ടായി പോയിട്ടുള്ള, ഔട്ടായി പോയിട്ടുള്ള സിനിമ, പൊട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. നടികർ ജീൻ പോൾ ലാൽ ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമ. ടൊവിനോ തോമസിൻ്റെ ഒരു ഗുണ്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ നിന്ന് പോയിട്ടുള്ള ഒരു സിനിമ. 8 നിലയിൽ പൊട്ടിയിട്ടുള്ള ഒരു സിനിമ നടികർ. മാരി വില്ലിൻ ഗോപുരങ്ങൾ. ഇന്ദ്രജിത്തിൻ്റെ ഇൻഫിനിറ്റ് തിരിച്ചുവരവ്. അദ്ദേഹത്തിന് വേഷം കൊടുക്കുന്നില്ല എന്നുള്ള പരാതി മാറിക്കിട്ടി. 36 നിലയിൽ പൊട്ടിയിട്ടുള്ള സിനിമയാണ് മാരി വില്ലിൻ ഗോപുരങ്ങൾ. ഗുരുവായൂർ അമ്പല നടയിൽ പൃഥ്വിരാജിൻ്റെ സിനിമ. വിപിൻ ദാസ് ഡയറക്ടർ. ബേസിൽ ജോസഫുള്ള സിനിമ. നിഖില വിമലുള്ള സിനിമ. തിയേറ്ററിൽ വളരെ വിജയം നേടിയിട്ടുള്ള സിനിമയാണ്. നല്ല അഭിപ്രായമായിരുന്നു തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത്. ബട്ട് ഈ മറ്റേ വർഷങ്ങൾക്ക് ശേഷം പോലെ തന്നെ OTT വന്നപ്പോൾ ധാരാളം വിമർശനങ്ങൾ ഏറ്റുമായിട്ടുള്ള ഒരു സിനിമ. അതാണ് ഗുരുവായൂർ അമ്പലനടയിൽ. സുരേശനും സുമലതയും ഹൃദയഹാരിയായ പ്രണയകഥ. തോന്നിയാസ കൊണ്ട് ഒരു പ്രൊഡ്യൂസറുടെ പണം മുഴുവൻ എടുത്ത് നശിപ്പിച്ച് ഒരു വാസ്തന് കൊള്ളാത്ത സിനിമ എടുത്തു വെച്ച് പൊട്ടിച്ച് തിയേറ്ററിൽ ബോംബിട്ട് തകർത്തിട്ടുള്ള സിനിമയാണ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ ഈ സിനിമ. ഗു എന്ന് പറയുന്ന സിനിമ മണിയമ്പിള്ള രാജു പ്രൊഡ്യൂസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മോൻ അഭിനയിച്ച് 2 വട്ടം റിലീസ് ചെയ്ത് 2 വട്ടവും
നിരത്തി പൊട്ടിയിട്ടുള്ള ഗുണ്ടാണ് ഗു. CID രാമചന്ദ്രൻ റിട്ടയർഡ് SI ഷാജോൺ അഭിനയിച്ചുള്ള സിനിമയാണ്. തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് അത് ശ്രദ്ധിക്കാത്ത സിനിമ, പക്ഷേ കുറച്ച് റിവ്യൂസൊക്കെ വന്ന് നല്ല അഭിപ്രായം വന്നെങ്കിലും തിയേറ്ററിൽ വലിയ വിജയമല്ല. പക്ഷേ OTT ഇറങ്ങിയ സമയത്ത് അപ്രീഷിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് CID രാമേന്ദ്രൻ. മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ടെർബോ MMT എഴുതി വൈശാഖ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ ഹിറ്റായിട്ടുള്ള സിനിമ തന്നെയാണ്. പക്ഷേ നല്ല രീതിക്ക് തള്ളിക്കയറ്റുക കൂടി ചെയ്തിട്ടുണ്ട്. അത്ര വലിയ ഹിറ്റല്ല, പക്ഷേ ഈ സിനിമ ഹിറ്റാണ് ടെർബോ. പിന്നെ നമ്മുടെ ഷെട്ടി പുള്ളി ഹെലികോപ്റ്ററിൽ നിന്ന് പാറി വന്നിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ടെർബോ. മന്ദാകിനി ചെറിയ സിനിമ, സർപ്രൈസ് ഹിറ്റാണ്. അതിലെ പാട്ടുകൾ ഹിറ്റായിരുന്നു. വലിയ സിനിമയൊന്നുമല്ല, ഗംഭീര അങ്ങനെ സിനിമയൊന്നുമല്ല, പക്ഷേ തിയേറ്ററിൽ കണ്ടപ്പോൾ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ തോന്നിയിട്ടുള്ള സിനിമയാണ്. ചെറിയ രീതിയിലൊക്കെ തന്നെ വിജയിച്ചിട്ടുള്ള സിനിമയാണ് മന്ദാകിനി. തലവൻ ആസിഫ് അലി, ബിജു മേനോൻ, ജിസ് ജോയ്. ക്ലീൻ ഹിറ്റ് ത്രില്ലറാണ്. കണ്ടാരും തന്നെ മോശം അഭിപ്രായം പറയാതെ നല്ല രീതിയിൽ വിജയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് തലവൻ. അയ്യൻസ് പടക്ക വണ്ടി ഇതാ മറഞ്ഞിരിക്കുന്നു. കുടുംബസ്ത്രീയും കുഞ്ഞാടും മറ്റാരുമല്ല, അറിയാലോ, ധ്യാനിൻ്റെ സിനിമ തിയേറ്ററിൽ വന്നതും പോയെന്നും ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ബോംബ് ഇടൽ നടന്നിട്ടുണ്ട്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി നാദർഷ് സംവിധാനം ചെയ്തിട്ടുള്ള അർജുൻ അശോകൻ അഭിനയിച്ചിട്ടുള്ള സിനിമ. ആദ്യ ദിന ഗുണ്ട് ഇറങ്ങിയ അന്ന് തന്നെ 16 നിലയിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ള ഒരു സിനിമയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ജൂൺ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് താമര അമ്മാൾ താമ്പരത്തിൻ്റെ ജ്ഞാപകത്തൂറൽ എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് വായിക്കുവാനായി പക്കി FM-ൽ പക്കി കോക്ക് 123 എന്ന് അടിച്ചു കൊടുക്കുക. ലിറ്റിൽ ഹാർട്ട്സ് ഷെയ്ൻ നിഗം ഗുണ്ട്, ക്യൂർണസ് മഹിമ നമ്പ്യാരൊക്കെ ഉണ്ട്. ബട്ട് 8 നിലയിൽ പോട്ടെ. ഗോളം രഞ്ജിത്ത് സജീവ് അഭിനയിച്ചിട്ടുള്ള സിനിമ. സംജാദാണ് ഡയറക്ടർ. തിയേറ്ററിൽ വളരെ നല്ല അഭിപ്രായം വന്ന സിനിമയാണ്. വിജയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. OTT ഇറങ്ങിയതിന് ശേഷം അതിലും നല്ല അഭിപ്രായം വന്നിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ രഞ്ജിത്ത് സജീവൻ 2 സിനിമയായി കഴിഞ്ഞ വർഷം. ഒന്ന് ഗോളം, 2 പിന്നെ കൽബ്. 2 OTT വന്നപ്പോൾ നല്ല അഭിപ്രായം വന്നിട്ടുള്ള സിനിമകളാണ്. DNA TS സുരേഷ് ബാബുവിൻ്റെ തിരിച്ചുവരവ്. തിരിച്ചു വന്ന് ആ വഴിക്ക് തന്നെ തിരിച്ചുപോയി. അഷ്കർ സൗദാൻ മമ്മൂക്കയുടെ പെങ്ങളെ മോൻ. നെപ്പോ കിഡിനെ ഇറക്കാൻ നോക്കി, പണി പാളി, നടന്നില്ല. 16 നിലയിൽ പൊട്ടിയ സിനിമയാണ് DNA. കുഞ്ചാക്ക ബോബനും സുരാജ് അഭിനയിച്ചിട്ടുള്ള ഉച്ചകുണ്ട്. രാവിലെ ഇറങ്ങി ഉച്ചയ്ക്ക് തന്നെ പൊട്ടിത്തെറിച്ച് നാമാവശേഷമായിട്ടുള്ള സിനിമയാണ് ഗർറ്. ഉള്ളൊഴുക്ക് ഗംഭീര സിനിമ. ക്രിസ്റ്റോ ടോമി ഡയറക്ടർ. തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുള്ള സിനിമ. 2 ഗംഭീര നടിമാരുടെ പെർഫോമൻസ് കണ്ടിട്ടുള്ള സിനിമ ഉർവശി ആൻഡ് പാർവതി. നടന്ന സംഭവം വിഷ്ണു നാരായൺ ഡയറക്ടർ. ബിജു മേനോൻ്റെ തുണ്ടിന് ശേഷമുള്ള മറ്റൊരു ഗുണ്ടാണ് നടന്ന സംഭവം. ഈ സിനിമ തിയേറ്ററിൽ കാര്യമായിട്ട് നടന്നിട്ടുമില്ല, ഓടിയിട്ടുമില്ല. ഗഗനചാരി അരുൺ ചന്തു ഡയറക്ടർ. വനിതാ വിനിതയിൽ മാത്രം ഹിറ്റായിട്ടുള്ള ഒരു സിനിമയാണ്. തിയേറ്റർ നോക്കുകയാണെങ്കിൽ OTT വന്നതിന് ശേഷം പല ആളുകളും വളരെ മികച്ച അഭിപ്രായമായിട്ടുള്ള സിനിമയാണ് ഗഗനചാരി. സ്വർഗത്തിലെ കട്ടുറുമ്പ് ധ്യാനിൻ്റെ ഒരു ഗർഭം കലക്കിയോടുകൂടി പാർട്ട് 1 അവസാനിക്കുകയാണ്. ഇനി പാർട്ട് 2 ജൂലൈ 2 ഡിസംബർ.